everyone, welcome back to my channel. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, നല്ല അടിപൊളി വർഷമാവട്ടെ. കാരണം ഇതെൻ്റെ 2026 എനിക്ക് ഒന്ന് ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു വളരെ കുട്ടി വീഡിയോ ആണ് ചെയ്യുന്നുള്ളൂ. എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ ഒരു പണ്ട് ഞാൻ ഫോളോ ചെയ്തിരുന്ന പോലത്തെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ആ ഒരു റുട്ടീനൊക്കെ ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒരു വലിയ ബ്രേക്ക് വന്നുപോയി. എനിക്ക് തോന്നുന്നു ഒരു സെപ്റ്റംബർ ഒക്കെ മുതൽ, ഇപ്പോൾ സെപ്റ്റംബർ അല്ല, മേ ബി ഒരു ഓഗസ്റ്റ് മുതൽ ഇപ്പോൾ ഒരു ഡിസംബർ കഴിഞ്ഞ് ജാനുവരി വരെ ഒരു വലിയ ബ്രേക്ക് ആയിരുന്നു. ഞാൻ ജിമ്മിലൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. ബോഡി അധികം അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ന്യൂ ഇയർ ആകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അങ്ങനത്തെ ആഗ്രഹങ്ങൾ പിന്നെയും വന്നു തുടങ്ങുമല്ലോ. അങ്ങനെ ഞാൻ ഈ ഒരാഴ്ച കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ജിമ്മിൽ പോയി. പിന്നെ ഫുഡൊക്കെ ആണെങ്കിലും അങ്ങനെ ഞാൻ ഡയറ്റ് പോലെ ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ നോക്കി കണ്ട് പ്രോട്ടീൻ ഇൻടേക്കൊക്കെ നോക്കിയിട്ടൊക്കെ കൺസ്യൂം ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ആ ഒരു അപ്ഡേറ്റഡ് ഒരു മോർണിംഗ് റൂട്ടീൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, മുമ്പ് എൻ്റെ ബ്ലോഗ്സിൽ കാണുന്ന കാര്യങ്ങളായിട്ട് വളരെ സിമിലർ ആയിരിക്കും. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ കാണിക്കുന്നു. പിന്നെ എനിക്ക് ഒരു മോട്ടിവേഷനാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന് വീഡിയോ എടുക്കണം, സോ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഇന്ന് കുറച്ചൊരു ലോ ആയിട്ട് ഫീൽ ചെയ്യായിരുന്നു. ജിമ്മിൽ പോകാനൊക്കെ മടി പിടിച്ചിരിക്കുമ്പോൾ വീഡിയോ എടുക്കണം, അതുകൊണ്ട് പോകണം, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരുമല്ലോ. അപ്പോൾ ഇന്നും കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ ആഴ്ചത്തെ ഒരു 4 to 5 ഡേയ്സിൻ്റെ വർക്കൗട്ട് കഴിയും. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ മോർണിംഗ് റൂട്ടീൻ കാണാം. ആദ്യം ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറയാം. ഇന്നലെ രാത്രി തന്നെ ഞാൻ കുറച്ച് ഓട്സും ചിയാ സീഡ്സും പിന്നെ ഗ്രീക്ക് യോഗേർട്ടും, സാധാരണ തൈര് ഇട്ടിട്ട് ഭയങ്കര കുടിക്കും, പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് രാവിലെ ഞാൻ ആപ്പിളും ബ്ലൂബെറീസും കട്ട് ചെയ്ത് മുകളിലേക്ക് ഇട്ടു. എനിക്ക് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ഭയങ്കര ഫീലിംഗ് ആണ്. പെട്ടെന്ന് എനിക്ക് വിശക്കില്ല. ഓട്സ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും അങ്ങനെ ഓട്സും ചിയാ സീഡ്സും കൂടിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫില്ലിംഗ് ആയിട്ട് ഒരുപാട് സമയം ഇരിക്കും. ഇപ്പം ഓവർനൈറ്റ് ഓട്സ് ആണെങ്കിലും ഈ മോർണിംഗ് ആണെങ്കിലും ഒരു 2 to 3 months അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് ഞാനത് കഴിക്കില്ല. ഞാൻ കുറച്ച് ബ്രേക്ക് എടുക്കും. അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുക. അതിപ്പോൾ സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ്. അതെല്ലാം ചോദിച്ചാൽ എനിക്കറിയില്ല. സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇടയ്ക്ക് അങ്ങനെ ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ അടുപ്പിച്ച് ഇങ്ങനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടാണ് പിന്നെ ഞാൻ കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് മടുത്തു പോകുന്നൊരു ഫീലിംഗ് വരും. ഇനി നമുക്ക് ഡിഷസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേഗം റെഡി ആയിട്ട് പോവാം. ഞാൻ ജിമ്മിലേക്ക് റെഡിയായി. ഇനി നമുക്ക് വേഗം ബാഗൊക്കെ എടുത്ത് പോവാം. ഞാൻ ഓൾറെഡി നല്ല ലേറ്റായി, അപ്പോൾ ഞാൻ തിരിച്ചെത്താനും നല്ല ലേറ്റാകും. ഇതാണ് എൻ്റെ ജിം ബാഗ്. എൻ്റെ ജിം ബാഗിൽ ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് വേഗം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഈ ഒരു വാട്ടർ ബോട്ടിലുണ്ട്. ഇത് ഡെക്കാത്ലോണിൽ മേടിച്ച വാട്ടർ ബോട്ടിലാണ്. ഇതിലൊരു 1 ലിറ്ററൊക്കെ വെള്ളം കൊള്ളും. പക്ഷേ ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും പോലും വെള്ളം കുടിക്കാറില്ല. പിന്നെ ഇത് നമുക്ക് ഫുള്ള് അവിടെ എത്തിയിട്ട് ഫില്ല് ചെയ്യാം. പിന്നെ ഷൂസ് ഉണ്ട്. ഷൂസിൻ്റെ അകത്ത് തന്നെ സോക്സും ഉണ്ട്. ഷൂസ് ഞാൻ ഇവിടെ നിന്ന് ഇട്ട് പോവാറില്ല, സോ അവിടെ എത്തിയിട്ടാണ് ഇടാറ്. സോ ഇതാണ് ഷൂസ് ഉണ്ട്, സോക്സും ഉണ്ട്. പിന്നെ ഗ്ലവ്സ് ഉണ്ട്. മുമ്പൊക്കെ വെയ്റ്റ്സ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് എൻ്റെ കൈ റെഡാവുമായിരുന്നു. അപ്പോൾ അത്ര പ്രശ്നമില്ല, കുറച്ചും കൂടി ഒരു സപ്പോർട്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഡിയോഡ്രൻ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ടവലാണ്. സ്വെറ്റൊക്കെ ഇങ്ങനെ ഡാബ് ചെയ്യാം, അതേപോലെ എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലും വൈപ്പ് ചെയ്യണമെങ്കിലും ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു ടവലാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ജിം ബാഗിൽ ഉള്ളത്. ഇനി ജിമ്മിൽ പോവാം. ഇന്ന് ഞാൻ ചിലപ്പം വർക്കൗട്ട് വിഷ്വൽസ് ഈ വ്ളോഗിൽ ഞാൻ അധികം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ ഇപ്പോഴും ആ ഒരു ഫ്ലോയിലേക്കാണ് തിരിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അധികം വർക്കൗട്ട് വിഷ്വൽസ് ഒന്നും കാണിക്കില്ല. അപ്പോൾ ഇനി ഞാൻ ജിമ്മെത്തി ഞാൻ വർക്കൗട്ട് ചെയ്തതിനൊക്കെ ശേഷമായിരിക്കും ഞാൻ ചിലപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ. സോ എൻ്റെ വർക്കൗട്ടൊക്കെ
കഴിഞ്ഞു. ആക്ച്വലി എൻ്റെ ഈ ആഴ്ചത്തെ എല്ലാ ദിവസവും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് എനിക്ക്. ജാനുവരി ഫസ്റ്റ് വീക്ക് ആയിട്ട് ഞാൻ ജിമ്മിലൊക്കെ കറക്റ്റായിട്ട് പോയി. അറ്റ്ലീസ്റ്റ് ഐ ഷോഡ് അപ്പ്. അതിൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക്. അല്ലാണ്ട് വലിയ കാര്യമായിട്ട് ഞാൻ ജിമ്മിൽ പോയി മലമറച്ചു എന്നല്ല, പക്ഷെ ഞാൻ പോയത് അത് തന്നെ വലിയ കാര്യം. ഞാൻ ആക്ച്വലി ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചെടികൾക്ക് വെള്ളം ഒഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. 2 ദിവസമായി വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അത് തിരക്കായതുകൊണ്ടെങ്കിൽ നേരത്തെ ചെയ്യാൻ പറ്റിയില്ല. സോ അതൊന്ന് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ പ്രീ വർക്കൗട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചല്ലോ. ഇനി പോസ്റ്റ് വർക്കൗട്ട് ഞാൻ കഴിക്കുന്നത് 2 ബോയിൽഡ് എഗ്സും പിന്നെ എൻ്റെ കൊളാജൻ പൗഡർ ആണ് ഞാൻ കൺസ്യൂം ചെയ്യുന്നത്. ഇതാണ് എൻ്റെ പോസ്റ്റ് വർക്കൗട്ട്. അത് കഴിഞ്ഞൊരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ലഞ്ച് കഴിക്കാറ്. അപ്പോൾ ലഞ്ചൊന്നും വരെ ഈ വ്ലോഗ് പോകില്ല, ഇതിൻ്റെ മോർണിംഗ് റുട്ടീൻ ആയതുകൊണ്ട്. അത് നമുക്ക് ആദ്യം പോയി ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാം. ഞാനൊന്ന് കുളിച്ചൊക്കെ ഫ്രഷായി, എനിക്കൊന്ന് പുറത്തു പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ റെഡി ആയിട്ടൊന്ന് പുറത്തേക്ക് പോകും. ഇപ്പം 12 മണിയായി. അപ്പോൾ എൻ്റെ രാവിലത്തെ പരിപാടികൾ മോർണിംഗ് റുട്ടീനൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇന്നും. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു 8 AM to 12 PM എന്നൊക്കെ വിളിക്കാൻ ആഗ്രഹമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി ഞാൻ ഇതിലും കൂടുതൽ ഇത് വലിച്ചു നീട്ടുന്നില്ല. ഇതൊക്കെയാണ് ഞാൻ ഈ അടുത്തായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. എൻ്റെ മോർണിംഗ് റൂട്ടീൻ എല്ലാം ഇങ്ങനെയൊക്കെയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.